ഹലോ, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. വെൽക്കം ടു അനദർ വീഡിയോ. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എയിംസിനെ കുറിച്ചാണ്. എയിംസ് ഒന്ന് പഠിച്ചിറങ്ങിയ ഒരാളെന്ന നിലയിൽ ആൾക്കാർ എയിംസിനെ കുറിച്ച് ചോദിക്കുമ്പോൾ അത് പറഞ്ഞു കൊടുക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ. സോ ഇന്നത്തെ വീഡിയോയിൽ ആൾക്കാർ ചോദിച്ച കുറേയധികം ഡൗട്ടും കാര്യങ്ങളുമായിരിക്കും. വെൽക്കം ടു മൈ ചാനൽ. എയിംസ് എന്ന് പറയുന്നത് ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്. ഇന്ത്യയിൽ 26ഓളം എയിംസ് ഉണ്ട്. അതിൽ ഒരു 20 എയിംസിലാണ് MBBS, നഴ്സിംഗ്, പാരാമെഡിക്കൽ കോഴ്സുകളൊക്കെ ഉള്ളത്. ആൻഡ് ഓരോ എയിംസിനും അതിൻ്റേതായ പ്രത്യേകതകളുണ്ട്. എല്ലാ എയിംസും ഒരേപോലെ ആയിരിക്കില്ല. അഡ്മിഷൻ്റെ ഒരു പ്രൊസീജിയർ എങ്ങനെയാണെന്ന് വെച്ചാൽ, നിങ്ങളിപ്പോൾ MBBS ആണ് നോക്കുന്നതെങ്കിൽ നീറ്റ് വഴിയായിരിക്കും അഡ്മിഷൻ പോകുന്നത്. അതേസമയം നിങ്ങൾ നഴ്സിംഗ് അല്ലെങ്കിൽ പാരാമെഡിക്കൽ കോഴ്സുകൾ അല്ലെങ്കിൽ MSc കോഴ്സുകൾ, പോസ്റ്റ് ബേസിക് കോഴ്സുകൾ ഒക്കെയാണ് നോക്കുന്നതെങ്കിൽ ഒരു സെപ്പറേറ്റ് എൻട്രൻസ് എക്സാം ഉണ്ടാവും. അത് ക്ലിയർ ആകുന്നതനുസരിച്ച് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് വരും. പിന്നെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നമ്മൾക്ക് എയിംസ് ചൂസ് ചെയ്യാൻ പറ്റും. ഏറ്റവും നല്ല എയിംസ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് എല്ലാ എയിംസിനെ കുറിച്ചും വലിയ അറിവൊന്നുമില്ല. പക്ഷേ എപ്പോഴും ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് എയിംസ് ഡൽഹി ആയിരിക്കും. അത് കഴിഞ്ഞ് റാങ്കിങ്ങിൽ ഏതാണ് എയിംസ് അതിനനുസരിച്ചിട്ട് ഗൂഗിളിലൊക്കെ പറയുന്ന പോലെ അല്ലെങ്കിൽ ആരോടെങ്കിലും ചോദിച്ചിട്ട് പറയുന്നത് പോലെ നമുക്ക് ചെയ്യാവുന്നതായിരിക്കും അഡ്മിഷൻ എടുക്കുമ്പോൾ. നിങ്ങൾ അഡ്മിഷൻ എടുക്കുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളൊരു പ്രയോറിറ്റി ലിസ്റ്റ് ഉണ്ടാക്കുമ്പോൾ നിങ്ങളുടെ കൺവീനിയൻസ് നോക്കേണ്ടത് ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് എത്ര കിലോമീറ്റേഴ്സാണ് എയർപോർട്ട് അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്നുള്ളത്, പിന്നെ അവിടെ ഏത് ലോക്കൽ ലാംഗ്വേജാണ് സംസാരിക്കുന്നത് എന്നൊക്കെ അറിഞ്ഞിട്ട് വേണം നമ്മൾ എയിംസിലേക്ക് എടുക്കാൻ. കാരണം ഓരോ എയിംസിനും അവരുടേതായ ലോക്കൽ ലാംഗ്വേജ് പഠിക്കണം, മീൻസ് നമ്മളത് ക്ലിയർ ചെയ്യണമെന്നുണ്ട്. എസ്പെഷ്യലി നഴ്സിംഗ് ആണെങ്കിൽ നമുക്കതൊരു സബ്ജക്റ്റ് ആയിട്ട് തന്നെയുണ്ട്. അത് നമ്മൾ പാസ്സാവണമെന്നുണ്ട് ഫസ്റ്റ് ഇയറിൽ. ഇനി ഇതിൻ്റെ ഫീസിനെ കുറിച്ച് പറയുവാണെങ്കിൽ, ഫീസാണ് ഇതിൻ്റെ ഏറ്റവും ഹൈലൈറ്റ്. MBBS ആണെങ്കിൽ ഒരു 5,000 to 6,000 rupees ആയിരിക്കും നമ്മുടെ ഫീസ് വരുന്നത്. അഡ്മിഷൻ ഫീ മാത്രമേ ഉള്ളൂ. പിന്നെ റെസ്റ്റ് നമുക്ക് ഫ്രീ ആയിട്ടായിരിക്കും പഠിക്കുന്നത്. ആൻഡ് നിങ്ങൾക്ക് ഫൈനൽ ഇയറിൽ 1 year ഇൻറ്റേൺഷിപ്പിന് നിങ്ങൾക്ക് ഒരു 30,000 സ്റ്റൈഫൻഡ് കിട്ടും. ഇനി നഴ്സിംഗ് ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു 3,200 ഒക്കെ ആയിരിക്കും നിങ്ങളുടെ അഡ്മിഷൻ ഫീ വരുന്നത്. പിന്നെ നമുക്ക് എൻ്റയർ കോഴ്സ് ഫ്രീ ആണ്. നമുക്ക് സ്റ്റൈഫൻഡ് ഒരു 500 rupees per month കിട്ടും. ആൻഡ് ഇനി നിങ്ങളുടെ ഇൻറ്റേൺഷിപ്പ് പീരീഡ് ആണെങ്കിൽ 6 months ഇൻറ്റേൺഷിപ്പിൽ 13,000 ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. പിന്നെ നിങ്ങൾക്ക് ഇപ്പോൾ എന്തെങ്കിലും സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്യണമെങ്കിൽ അങ്ങനെ അപ്ലൈ ചെയ്ത് നിങ്ങൾക്കൊരു 75,000-70,000 ഒക്കെ കിട്ടും. ആ സ്കോളർഷിപ്പ് മണി അനുസരിച്ചിട്ട് കിട്ടും. ഇനി പാരാമെഡിക്കൽ കോഴ്സുകൾക്കാണെങ്കിലും അതും ഒരു 3,200 ഒക്കെ ആയിരിക്കും നിങ്ങളുടെ അഡ്മിഷൻ ഫീ വരുന്നത്. പിന്നെ ഓരോ എയിംസിനനുസരിച്ചിട്ടും വ്യത്യാസം വരും. അറ്റൻഡൻസ് എന്ന് പറയുമ്പോഴത്തേക്കും നഴ്സിംഗിൽ നമുക്ക് ക്ലിനിക്കൽ അറ്റൻഡൻസ് 100% വേണം. അതുകൊണ്ട് തന്നെ നമുക്ക് കോമ്പൻസേഷൻ ഡ്യൂട്ടീസ് ചെയ്യും. ചിലപ്പോൾ 1:2 അല്ലെങ്കിൽ 1:1 റേഷ്യോയിലൊക്കെ നമ്മുടെ കോമ്പൻസേഷൻ ഡ്യൂട്ടി കംപ്ലീറ്റ് ആക്കിയിട്ടാണ് നമുക്ക് കോഴ്സ് കംപ്ലീറ്റ് ആയി എന്ന് പറയാൻ പറ്റുള്ളൂ. ഇനി ഒരു തിയറി അറ്റൻഡൻസ് ആണെങ്കിൽ നമുക്കൊരു 75% നിർബന്ധമായിട്ടും വേണം. ഹോസ്റ്റൽ ഫെസിലിറ്റീസ് എന്ന് പറഞ്ഞാൽ ഓരോ എയിംസിലും ഡിഫറെൻ്റ് ആയിരിക്കും. ചില എയിംസിൽ നിങ്ങൾക്ക് എൻറ്റയർലി ഫ്രീ ആയിരിക്കും, സിംഗിൾ റൂം ആയിരിക്കും കിട്ടുന്നത്. ഞാൻ പഠിച്ച എയിംസ് റായ്പൂരിൽ അങ്ങനെയാണ്. അതായത് എനിക്ക് ഫസ്റ്റ് ഇയർ തൊട്ട് ഫൈനൽ ഇയർ വരെ സിംഗിൾ റൂമായിരുന്നു. എനിക്ക് ഫീസും കാര്യങ്ങളൊന്നുമില്ല. അതായത് ഇലക്ട്രിസിറ്റി ബിൽ, വാട്ടർ ബിൽ, അങ്ങനെ ഒരു ഫീയും ഉണ്ടായിരുന്നില്ല. പക്ഷേ ചില എയിംസിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു കൺവീനിയൻസ് ഫീ പോലെയൊക്കെ ഒരു 10 രൂപയൊക്കെ അടയ്ക്കേണ്ടി വരും. ചിലപ്പോൾ നിങ്ങൾക്ക് റൂം ഷെയർ ചെയ്യേണ്ടി വരും. അത് ഓരോ എയിംസിനനുസരിച്ച് ഡിഫറെൻ്റ് ആയിരിക്കും. ചില ഇൻസ്റ്റിറ്റ്യൂട്ടുകൾക്ക് പാരാമെഡിക്കൽ കോഴ്സുകൾക്ക് അവർ കൊടുക്കില്ല, ചില ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അവർ കൊടുക്കും. ഇറ്റ് ഓൾ ഡിപ്പെൻഡ്സ് അപ്പോൺ ദി എയിംസ്. എയിംസ് ഒരു ഓട്ടോണോമസ് ബോഡിയാണ്. അതായത് ഓരോ എയിംസിനും അവരുടേതായ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റും. അതായത് എപ്പോൾ എക്സാം നടത്തണം, പിന്നെ എപ്പം ലീവ് കൊടുക്കണം എന്നൊക്കെ ഉള്ളത് അവരവരുടേതായ എയിംസ് ആയിരിക്കും തീരുമാനം എടുക്കുക. അതിനനുസരിച്ചിട്ടായിരിക്കും നമ്മുടെ ലീവും സ്കെഡ്യൂളും വരുന്നത്. പക്ഷേ ആസ് പെർ ദ ബ്രോഷർ നമുക്കൊരു 2 weeks ഓഫ് വിൻ്റർ വെക്കേഷൻ ആൻഡ് ഒരു 4 weeks ഓഫ് സമ്മർ വെക്കേഷൻ ആപ്ലിക്കബിൾ ആണ്. അപ്പോൾ അതിനനുസരിച്ച് ആ ഒരു ഡ്യൂറേഷനിൽ നമുക്ക് ലീവ് കിട്ടുന്നതായിരിക്കും. പിന്നെ ഓരോ എയിംസിനനുസരിച്ചിട്ട് അവരുടേതായ യൂണിയൻ, ചില എയിംസിൽ യൂണിയൻ ഉണ്ടാവും, ചില എയിംസിൽ ഓരോ ഡിഫറെൻറ്റ് കൾച്ചറൽ ഫെസ്റ്റിവൽസ് ഉണ്ടാവും. ഫെസ്റ്റിവൽ മീൻസ് ചിലപ്പോൾ മ്യൂസിക് ക്ലബ്, ഡാൻസ് ക്ലബ്, അങ്ങനെ ഓരോരോ ആക്ടിവിറ്റീസ് ഉണ്ടാവും, സോഷ്യൽ വർക്ക് ഉണ്ടാവും. അതൊക്കെ ഓരോ എയിംസ് അനുസരിച്ചിട്ട് മാറിക്കൊണ്ടിരിക്കും.
യൂണിഫോം എന്ന് പറയുമ്പം അതും എയിംസ് അനുസരിച്ചിട്ട് വ്യത്യാസം വരും കേട്ടോ. ഇപ്പം ചില എയിംസിന് കമ്പൽസറി യൂണിഫോം ഉണ്ട്. അതിപ്പോൾ MBBS പാരാമെഡിക്സും എല്ലാവർക്കും യൂണിഫോം ഉണ്ടാവും. ചില എയിംസിന് ക്ലിനിക്കലിൽ മാത്രമായിരിക്കും യൂണിഫോം ഉണ്ടാകുന്നത്. ക്ലിനിക്കൽ കമ്മ്യൂണിറ്റി, അതിപ്പോൾ നഴ്സിങ്ങിൻ്റെ കാര്യത്തിൽ ക്ലിനിക്കൽ ആൻഡ് കമ്മ്യൂണിറ്റിയിലായിരിക്കും യൂണിഫോം ഉണ്ടായിരിക്കുന്നത്. റെസ്റ്റ് ഓഫ് ദ ടൈം ഒരു ഫോർമൽസും നമ്മളൊരു ഏപ്രനുമായിരിക്കും ഇടേണ്ടത്. ഏപ്രൻ എല്ലാ എയിംസിലും കോമൺ ആയിട്ടുണ്ടാവും. പിന്നെ യൂണിഫോം നമുക്ക് ഫ്രീ ആയിട്ടല്ല കിട്ടുന്നത്. എനിക്ക് അതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയില്ല ഡിഫറെൻറ്റ് എയിംസിൽ എങ്ങനെയാണ്. എയിംസ് റായ്പൂരിൽ നമ്മൾ തന്നെയാണ് നമ്മുടെ യൂണിഫോമിനുള്ള പേയ്മെൻറ്റ് ചെയ്യുന്നത്. അതിപ്പം നഴ്സിംഗ് ആയതുകൊണ്ട് തന്നെ എനിക്ക് കമ്മ്യൂണിറ്റി യൂണിഫോം ഉണ്ട്, പിന്നെ എൻ്റെ ക്ലിനിക്കൽ യൂണിഫോം ഉണ്ട്, പിന്നെ ഇൻറ്റേൺഷിപ്പ് യൂണിഫോം ഉണ്ടായിരുന്നു, ഏപ്രൻ ഉണ്ടായിരുന്നു. സോ ഇതെല്ലാം ഞാൻ തന്നെയാണ് സ്റ്റിച്ച് ചെയ്യിച്ചെടുത്തത്. അവിടുന്ന് ആൾക്കാർ വരുമായിരുന്നു, പക്ഷെ നമ്മൾ തന്നെയാണ് പൈസ കൊടുക്കുന്നത്. പിന്നെ ബുക്സ് ആൻഡ് കാര്യങ്ങൾ നമുക്കൊരു വെൽ ഫർണിഷ്ഡ് ആയിട്ടുള്ള ഒരു ലൈബ്രറി ഉണ്ട്. 24 hours അല്ലെങ്കിൽ 12 hours ഒക്കെ ഉള്ള ലൈബ്രറി ഉണ്ട്. പക്ഷേ ഇപ്പം നമുക്ക് ബുക്ക് മേടിക്കണോ എന്ന് അവർ നിർബന്ധം പറയില്ല. ഇറ്റ് ഓൾ ഡിപ്പെൻഡ്സ് അപ്പോൺ അസ്. ലൈക്ക് നമുക്കിപ്പോൾ പഠിക്കണം, നമുക്കൊരു ബുക്ക് വേണമെങ്കിൽ നമുക്ക് മേടിക്കാം, അല്ലെങ്കിൽ ബുക്ക് മേടിക്കേണ്ട ആവശ്യമില്ല. അങ്ങനത്തെ ഒരു ഇതാണ്. ഇനി നമുക്ക് പഠിക്കണമെങ്കിൽ ലൈബ്രറിയിൽ പോയി ഇരുന്ന് പഠിക്കാം, അല്ലെങ്കിൽ നമ്മുടെ ഹോസ്റ്റലിൽ തന്നെ സ്റ്റഡി റൂം ഫെസിലിറ്റീസ് ഉണ്ടാവും. അങ്ങനെയൊക്കെയാണ്. ഐ ഹോപ്പ് ഞാൻ എല്ലാ ടോപ്പിക്കും കവർ ചെയ്തെന്ന്. ഇനി എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഡെഫിനറ്റ്ലി ഐ വിൽ റിപ്ലൈ. Hope you all enjoy this video. Thanks for watching.